ഹരിപ്പാട് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളിയതിൽ ഇടപെടാതെ ഹൈക്കോടതി. പരാതിയുണ്ടെങ്കിൽ വോട്ടെടുപ്പിന് ശേഷം തെരഞ്ഞെടുപ്പ് ഹർജി നൽകാമെന്നുമാണ് ഹൈക്കോടതി നിരീക്ഷിക്കുന്നത്. ബിനിൽ വിവരങ്ങളുമായി ചേരുകയാണ്. ബിനിൽ, എന്താണ് ഈ വിഷയത്തിൽ കോടതിയുടെ നിലപാട്? അക്ഷയ, ഹരിപ്പാട് മണ്ഡലത്തിൽ SRP സ്ഥാനാർത്ഥിയായി പത്രിക നൽകിയ മാധുരി ശ്രീധരന്റെ നാമനിർദ്ദേശ പത്രിക വരണാധികാരി തള്ളിയിരുന്നു. ആ നടപടി തെറ്റാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അവർ ഹൈക്കോടതിയിൽ എത്തിയത്. അവരുടെ ആവശ്യം അവർക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള അനുമതി ഹൈക്കോടതി നൽകണമെന്നതായിരുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിനെ ശക്തമായി എതിർത്തു. കാരണം തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാൽ അസാധാരണമായ സാഹചര്യങ്ങളിൽ മാത്രമേ കോടതികൾക്ക് ഇടപെടാൻ കഴിയൂ എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോടതിയെ ബോധ്യപ്പെടുത്തി. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഹർജിയിൽ ഇടപെടാൻ കഴിയില്ല എന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. മാധുരി ശ്രീധരന് വേണമെങ്കിൽ ഈ പരാതിയുമായി വോട്ടെടുപ്പിന് ശേഷം തെരഞ്ഞെടുപ്പ് ഹർജിയായി ഹൈക്കോടതിയിലേക്ക് വരാം എന്നാണ് ഇപ്പോൾ കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ആ വരണാധികാരിയുടെ തീരുമാനത്തിൽ ഇടപെടാൻ കോടതി വിസമ്മതിച്ചതോടുകൂടി തന്നെ മാധുരി ശ്രീധരന് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനും കഴിയില്ല. ശരി, ബിനിലാണ് വിവരങ്ങൾ നൽകുന്നത്. ഹരിപ്പാട് മണ്ഡലത്തിലെ SRP സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളിയതുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിലാണ് ഇപ്പോൾ കോടതിയുടെ വിഷയത്തിൽ ഇടപെടാതെ ഏതെങ്കിലും തരത്തിൽ പരാതി ഉണ്ടെങ്കിൽ വോട്ടെടുപ്പിന് ശേഷം തെരഞ്ഞെടുപ്പ് ഹർജി നൽകാമെന്നതാണ് കോടതി പറയുന്നത്.